നമ്മളൊരു ഹാപ്പി ബർത്ത്ഡേക്ക് പോവുകയാണ്. സോനു, ആരുടെ ഹാപ്പി ബർത്ത്ഡേ? അഹാന്റെ. ആരാണ് അഹാൻ? മൈ ബഡ്ഡി. എന്താണ് കയ്യിൽ എന്താണ്? ഗിഫ്റ്റ്. നോക്കട്ടെ, എടുക്ക്. വാവ്, സൂപ്പർ. ഞാൻ ബെഡ് പണ്ടൊന്നല്ല. ഒരു കാര്യം പറയട്ടെ. ഒരു വീട്ടിലില്ലേ ഒരു നായുണ്ട്, കുറുക്കനോ സിംഹത്തിനൊക്കെ കൊല്ലും. അത് അഹാൻ പറഞ്ഞു തന്നതാണ്. എന്ത്? ഒരു നായ വലിയ നായാണ്, അത് സിംഹത്തിനും കുറുക്കത്തിനും ഒക്കെ കൊന്നു, എല്ലാത്തിനും കൊന്നു. ഞങ്ങള് ബർത്ത്ഡേ വീട്ടിലെത്തിയപ്പോ ബർത്ത്ഡേ ബോയുടെ അമ്മ, അതായത് എന്റെ അനിയത്തി, അടുക്കളയിൽ നല്ല തിരക്കിലായിരുന്നു. ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് 2 ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്, കപ്പ ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണിയും. കുട്ടികള് ബലൂൺ ഡെക്കറേറ്റ് ചെയ്യാനുള്ള തിരക്കിലായിരുന്നു. എല്ലാവരും ചെറിയ ചെറിയ പണികളിലാണ്. ഗസ്റ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെക്കണം, അതിനുള്ള തിരക്കിലായിരുന്നു ഞാൻ. ഇതാണ് ബർത്ത്ഡേ ബോയ് അഹാൻ. ഓരോ ഗസ്റ്റും വരുമ്പോഴും അവന് കിട്ടുന്ന ഗിഫ്റ്റ് എല്ലാം എനിക്ക് കൊണ്ടുവന്ന് കാണിച്ചു തരികയായിരുന്നു. ഗിഫ്റ്റ് എല്ലാം കിട്ടിയ സന്തോഷത്തില് അഹാൻ ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ കളിച്ച് രസിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞങ്ങൾക്ക് പോയിട്ടൊരു അബദ്ധ ശ്രദ്ധയിൽപ്പെട്ടത്. ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കർ ആണെന്ന് കരുതി ഞങ്ങളെടുത്ത് ബ്രൈഡ് സ്റ്റുബി ആയിരുന്നു. ആകെപ്പാട് തിരക്കിട്ടൊരു ഷോപ്പിംഗ് ആയതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടില്ല. ഓക്കെ, ബാക്കി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഗസ്റ്റ് വരാൻ തുടങ്ങിയപ്പോൾ ഉണ്ടാക്കി വെച്ച പൈനാപ്പിൾ ജ്യൂസ് എല്ലാവർക്കും സെർവ് ചെയ്തു. കുട്ടികളൊക്കെ, കുട്ടി പട്ടാളങ്ങളൊക്കെ ഉള്ളിലൂടെ വന്ന് തിരക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഒരു കാരണവുമില്ലാതെ. തിരക്കിൻ്റെ ഇടയിൽ എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ച് റിഫ്രഷ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. എൻ്റെ സിസ്റ്റർ ബിരിയാണിയുടെ അവസാനവട്ട തിരക്കിലായിരുന്നു. എല്ലാം ഫൈനൽ സ്റ്റേജിലെത്തി. ഞങ്ങൾ വീട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ നല്ല ഹൈദരാബാദി ബിരിയാണിയുടെ മണം വരുന്നുണ്ടായിരുന്നു കേട്ടോ. ആളുണ്ടാക്കുന്ന ഭക്ഷണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മാത്രമല്ല, വീട്ടിലെല്ലാവർക്കും, ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ്. അത്ര ടേസ്റ്റി ആയിട്ട് ആസ്വദിച്ചിട്ടാണ് അവൾ ഫുഡൊക്കെ ഉണ്ടാക്കാറുള്ളത്. ചില സമയത്ത് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിക്കുന്നതിനേക്കാളും എല്ലാം കൊണ്ടും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണമായിരിക്കും അവൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ 2 ബിരിയാണികളും ഓൺ ദ വേ ആണ്. നമുക്ക് വേറെയുള്ള കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് കാണാം. കുട്ടിപ്പട്ടാളങ്ങൾ പാർട്ടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറച്ചുപേര് കേക്ക് മുറിക്കാനുള്ള ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അവര് ടേബിളെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയായിരുന്നു. ഞങ്ങള് ബിരിയാണി ആറാനായിട്ട് വലിയൊരു പ്ലേറ്റില് നിരത്തി വെക്കുകയായിരുന്നു. ഇനി നമുക്ക് കേക്ക് മുറിക്കാം. കേക്ക് മുറിച്ച ശേഷം കുട്ടിപ്പട്ടാളങ്ങൾക്കൊക്കെ ഭക്ഷണം വിളമ്പി. അവർ എൻജോയ് ചെയ്ത് കഴിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഗിഫ്റ്റൊക്കെ കൊടുത്തപ്പോൾ അഹാൻ വളരെ ഹാപ്പി ആയിരുന്നു. ഒരുപാട് സർപ്രൈസ് ഗിഫ്റ്റൊക്കെ കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവൻ. എല്ലാത്തിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഈ ഗിഫ്റ്റ് ബോക്സ് എല്ലാം അൺബോക്സിങ് ചെയ്യലായിരുന്നു. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഇടയിൽ നിന്നിട്ട് അഹാൻ ഗിഫ്റ്റ് എല്ലാം തുറന്നു നോക്കുകയാണ്. ചുറ്റുമുള്ളവരുടെ മുഖത്തെല്ലാം ആ ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് കാണാം. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. ഗിഫ്റ്റ് നമുക്ക് ഏതു പ്രായത്തിലുള്ള ആൾക്കാണെങ്കിലും കിട്ടുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ നിഷ്കളങ്കമായിട്ടുള്ള കുട്ടികൾക്ക് അത് കിട്ടുമ്പോൾ അവരുടെ മുഖത്ത് വിരിയുന്നൊരു സന്തോഷം, അത് കാണാൻ തന്നെ നമുക്കും വളരെ സന്തോഷമാണ്.
അച്ഛനും അമ്മയും വരുമ്പോൾ കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. വേറൊരു പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് അവർ വന്നത്. അവര് അഹാൻ ഐസ്ക്രീമാണ് ഗിഫ്റ്റ് ചെയ്തത്. അഹാൻ അവന് കിട്ടിയ ഗിഫ്റ്റ് എല്ലാം വെച്ച് ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം. അങ്ങനെ എല്ലാ ഗിഫ്റ്റും വെച്ച് സ്വീറ്റ്സ് ഒക്കെ വെച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ കുറേ സ്വീറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ചുറ്റുമുള്ള ഫ്രണ്ട്സിനും കുട്ടികൾക്കൊക്കെ നിറയെ സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമുക്കതിന് ഭക്ഷണം കഴിക്കാം. 2 തരം ബിരിയാണി ആയിരുന്നു. ഹൈദരാബാദി ബിരിയാണി, കപ്പ ബിരിയാണി, ക്യാരറ്റ്, കുക്കുംബർ, പൈനാപ്പിൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ഐസ്ക്രീമിൽ ഞങ്ങൾ ഫുഡ് ഫിനിഷ് ചെയ്തു.